ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമപ്രമേയമേ. പാപക്കുഴിയിലാണ്ടുപോയ നരനുമോചനം പ്രാപിപ്പതിനിതിന്റെ ആഴമാണു കാരണം. അനുസരിച്ചിടാതെ ആജ്ഞ അവഗണിച്ചതാ മനുജനോടു കരുണ കാണിച്ചതിനു കാരണം. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമപ്രമേയമേ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ അതിനുള്ളകലമുയരമാഴമപ്രമേയമേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന് ദാസൻ A.T. തോമസ് കൊട്ടാരക്കര. ദൈവനാമത്തിന് സ്തോത്രം. മോർണിംഗ് വോയിസിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത് വാക്യം. നഥനയേൽ അവനോട്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. പീലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. വന്ന് കാണുക. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗം ഒരു പക്ഷെങ്കിൽ മുൻപും പലരും ചിന്തിക്കുകയും ആ രീതിയിലുള്ള ആത്മീയ ആശയങ്ങൾ മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. വന്ന് കാൺമീൻ, കം ആൻഡ് സീ. ഈ വചനം യേശുക്രിസ്തുവിൻ്റെ മൊഴികളുടെ ഒരു ആവർത്തനം എന്ന രീതിയിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു അന്ത്രയോസിനോടുള്ള ബന്ധത്തിലും ഇങ്ങനെ പറയുണ്ടായി. യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായിരുന്ന അന്ത്രയോസ് യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യമൊഴികളെ കേട്ടിട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയും ക്രിസ്തു ആരെന്ന് അടുത്തറിയുവാനുള്ള ആഗ്രഹമുണ്ടാകുകയും, ഗുരു നീ എവിടെ പാർക്കുമെന്ന് ചോദിച്ചപ്പോൾ വന്ന് കാണുക എന്ന് യേശുക്രിസ്തു അവനോട് മൊഴിഞ്ഞു. യേശുക്രിസ്തു ആരാകുന്നുവെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ അറിവ് തന്നെ ക്രിസ്തുവിൻ്റെ ഒരു അനുകാരിയാക്കി മാറ്റി. ആ മനുഷ്യൻ വീണ്ടും പീലിപ്പോസിനോട് ഈ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. പീലിപ്പോസ് നഥനയേലിനോട് സംസാരിക്കുന്നതായിട്ടാണ് നാം ഇപ്പോൾ വായിച്ച വാക്യം മനസ്സിലാക്കുന്നത്. പീലിപ്പോസ് നഥനയേലിനോട് പറയുന്നത്, നസ്രേത്തിൽകാരനായ യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നുള്ള ആശയമാണ്. ഇപ്പോൾ നസ്രേത്ത് ഒരു പരിഷ്കൃത ദേശമായിരുന്നില്ല. പ്രചാര ശ്രദ്ധിക്കപ്പെട്ട സ്ഥലങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് അധികം പ്രാവശ്യമൊന്നും പഴയ നിയമ വേദഭാഗങ്ങൾ അതിനെ ഉദ്ധരിച്ചിട്ടുമില്ല. എന്നാൽ യേശുക്രിസ്തു അവിടെ നിന്ന് ജനിച്ചു കഴിഞ്ഞപ്പോൾ, യേശുക്രിസ്തു അവിടുത്തുകാരൻ എന്ന രീതിയിൽ അറിയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തിന് വലിയ മാറ്റമുണ്ടായി. ദരിദ്രന്മാരുടെ ദേശമായിരുന്ന ആ സ്ഥലം, വളരെ പ്രസിദ്ധി ഇല്ലാതിരുന്ന ആ സ്ഥലം, അതേപോലെ ക്രിസ്തുവിനെ നസ്രേത്തുകാരൻ ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ ആ നസ്രേത്തിന് വലിയ വില കൽപ്പിക്കാതിരുന്ന, വലിയ സംസ്കാരമൊന്നും ഇല്ലാതിരുന്ന സ്ഥലമാണെന്നൊക്കെ നമുക്ക് ബോധ്യമാകുന്നു. എന്നാൽ ആ നസ്രേത്തുകാരനായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ നഥനയേൽ ചോദിക്കുന്നത് നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്നാണ്. ഏതൊരു മനുഷ്യനും ഒരു വിഷയം പ്രഥമ ദൃഷ്ട്യാ കാണുമ്പോൾ, കേൾക്കുമ്പോൾ സംശയമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം അടുത്തറിയുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്, നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കപ്പെടുന്നത്, നമ്മുടെ അറിവ് വർദ്ധിക്കുന്നത്. ആ വിഷയത്തിൽ നാം ഏറെ ആകൃഷ്ടരാകുന്നത് യേശുക്രിസ്തുവിനെ വന്നു കാണുവാൻ ആവശ്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം.
യേശുക്രിസ്തുവിനെ എന്തുകൊണ്ട് നാം അടുത്തറിയണം? ലോക ചരിത്രത്തിൽ ക്രിസ്തുവിനെ അറിയപ്പെട്ടവരിൽ ഉണ്ടായ പരിവർത്തനം യേശുക്രിസ്തുവിൽ ആശ്രയം വെച്ചതുകൊണ്ട്, യേശുക്രിസ്തുവിൽ അഭയം ചൊല്ലിയതുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ അനുകാരികളായി തീർന്നതുകൊണ്ട് എത്രയോ ജീവിതങ്ങൾ, എത്രയോ സമൂഹം പരിഷ്കൃതമായി തീർന്നിട്ടുണ്ട്. എത്രയോ വ്യക്തികൾ ആ രീതിയിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അവർ പ്രശോഭിതരായിട്ടുണ്ട്. ആഗോള വ്യാപകമായി മനുഷ്യരിൽ ലോകത്തിന് അസാധ്യമായ പരിവർത്തനം സൃഷ്ടിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് അത് വ്യക്തികളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. അത് ഇന്നും അങ്ങനെ തുടർന്നു വരികയാണ്. നഥനയേൽ ഒരു പരിഹാസ രൂപത്തിലാണ് ചോദിച്ചെങ്കിലും യേശുക്രിസ്തുവിനെ അടുത്ത് കാണുവാൻ ആഗ്രഹിച്ചു. നഥനയേലിൻ്റെ ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം നന്നായി അറിയുന്ന യേശുക്രിസ്തു, സർവജ്ഞാനിയായവൻ, അവൻ എവിടെ ഇരുന്നുവെന്നും അവൻ്റെ പേരെന്താകുന്നുവെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങൾ എന്താകുന്നുവെന്നും എല്ലാം കർത്താവ് അവനെ കുറിച്ച് പറയുണ്ടായി. അവനിൽ കപടമില്ല, അവൻ സാക്ഷാൽ ഇസ്രായേലിൻ എന്നാണ് പറഞ്ഞത്. യാക്കോബിൻ്റെ മനോഭാവം അവനിലുണ്ടായിരുന്നില്ല, കാപട്യമുണ്ടായിരുന്നില്ല. അവൻ അത്തിയുടെ കീഴിലിരുന്ന് വചനം ധ്യാനിക്കുന്ന ഒരാളായിരുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാളായിരുന്നു, ദൈവഭക്തിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു. ആ ആഗ്രഹിക്കുന്ന ആളിൻ്റെ മുൻപിലാണിപ്പോൾ കർത്താവ് ആളത്വപരമായി നിലനിൽക്കുന്നത്. ഓ ദൈവത്തിന് സ്തോത്രം! ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അനുഗ്രഹിക്കുന്ന, തൃപ്തിപ്പെടുത്തുന്ന ദൈവം ഏതൊരു മനുഷ്യൻ്റെയും അന്തരംഗത്തിലെ താല്പര്യത്തെ മാനിക്കുന്നവനാണ്. ഇന്നും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാം മനസ്സിലാക്കുന്നത് അറിവാണ് നമ്മെ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. അറിവാണ് അനുഭവത്തിലേക്ക് നയിക്കുന്നത്. നഥനയേൽ യേശുക്രിസ്തുവിനെ നന്നായി അടുത്തറിയുവാൻ കഴിഞ്ഞു. ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ആയിരുന്നു. യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ളത് കർത്താവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ, വചനങ്ങൾ കേട്ടപ്പോൾ അവന് ബോധ്യമായി. അതനുസരിച്ച് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ആ മാറ്റങ്ങളെ കർത്താവ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് ആ ഒരു നല്ല സാക്ഷ്യം നമ്മുടെ കർത്താവ് പറഞ്ഞത്. അടുത്തറിഞ്ഞപ്പോൾ, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് അവൻ വളരെ വ്യക്തമായി സാക്ഷ്യം പറഞ്ഞു. നോക്കിയേ അവൻ്റെ വിശ്വാസത്തിൻ്റെ ആ വർധനവ്. ആദ്യം ഒരു നിസ്സാരവൽക്കരിച്ചാണ് ആ മനുഷ്യൻ പറഞ്ഞത്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയുണ്ടാകുമോ എന്ന്. അവിടെ അങ്ങനെ അറിയപ്പെടുന്ന പ്രവാചകന്മാരാരും എഴുന്നേറ്റിട്ടില്ല, ആ സ്ഥലത്തിന് അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ അടുത്തറിഞ്ഞപ്പോൾ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കി, ക്രിസ്തുവിനെക്കുറിച്ചൊരു നല്ല സാക്ഷ്യം പ്രസ്താവിച്ചു. ഇതാണിന്നും ലോകത്തിൽ സംഭവിക്കുന്നത്. ക്രിസ്തുവിനെതിരെ നിന്ന, ക്രിസ്തുവിൻ്റെ ദൈവത്വം വ്യക്തമായി മനസ്സിലാക്കാതെ ക്രിസ്തുവിനെ ലോക മനുഷ്യരെ പോലെ ചിത്രീകരിച്ചിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ക്രിസ്തുവിനെ ദൈവമായി വിശ്വസിപ്പാൻ കഴിയാതിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ അവരിൽ പലരും പിന്നീട് ക്രിസ്തുവിനെ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി തീർന്നു. അതാണ് ഞാൻ ഓർപ്പിച്ചത്. അറിവിൽ നിന്ന് നാം അനുഭവത്തിലേക്ക് വന്നവരാണ്, കേട്ടറിവിലല്ല. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഓരോ വ്യക്തിയിലും അത് ശക്തി പകരപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഓരോ ഹൃദയങ്ങളിലും പരിവർത്തനം സൃഷ്ടിക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പലരിലും ചില പ്രത്യേക ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അനുഭവം കൊണ്ടാണ് അവർ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം എത്രത്തോളം ദൈവത്തെ അടുത്ത് അറിഞ്ഞിട്ടുണ്ട്? നാം ശുശ്രൂഷിക്കുന്നത്, നാം ജീവിക്കുന്നത് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അത് മറ്റുള്ളവർക്ക് ബോധ്യമാകും. നഥനയേൽ അത് യേശുക്രിസ്തുവിനെ ആ രീതിയിൽ സാക്ഷിച്ചുകൊണ്ട്
ദൈവത്തിന് മഹത്വം കൊടുത്തു. നമുക്കതിന് കഴിയണം. നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആരാകുന്നുവെന്നാണ് നാം ലോകത്തിന് സാക്ഷിക്കുന്നത്. നാം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ ദാനം എന്ന രീതിയിൽ തന്നെ. നഥനേൽ എന്ന പേരിൻ്റെ അർത്ഥം എങ്ങനെയാണ്? അവൻ ദൈവത്തിൻ്റെ രക്ഷയെ കണ്ടപ്പോൾ, ദൈവപുത്രനെ അടുത്തറിഞ്ഞപ്പോൾ അവനൊരു വലിയ മാറ്റം ഉണ്ടായി. സ്തോത്രം. ആ മനുഷ്യന് ബർത്തോലോമായി എന്നൊരു പേരുമുണ്ട്. അവൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, ബർത്തോലോമായി ഏഷ്യ ഭൂഖണ്ഡത്തിൽ, പ്രത്യേക തുർക്കിയിൽ സുവിശേഷം പ്രസംഗിച്ചു. അർമേനിയയിൽ സുവിശേഷഘോഷണം നടത്തുമ്പോൾ അക്രമികളുടെ ചമ്മട്ടി കൊണ്ടുള്ള ക്രൂരമർദ്ദനമേറ്റാണ് മരിക്കുന്നത്. ഭയം കൂടാതെ പ്രസംഗിച്ച ആ ഭക്തൻ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവും ശക്തിയും അദ്ദേഹത്തെ വിശ്വാസ പോർക്കളത്തിൽ ധീരനാക്കി എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവമക്കളായ നമുക്കും ആ ഒരു അറിവ് ആവശ്യമാണ്. പൗലോസ് പറയുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് തന്നിൽ വലിയ മാറ്റം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് നേടിക്കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുന്നത് തനിക്ക് ഭൗതികമായിട്ടുണ്ടായിരുന്നെല്ലാം ചവറെന്നാണ് കണ്ടത്. അതുകൊണ്ട് ഈ കർത്താവിനെ പ്രാപിക്കുവാൻ വേണ്ടി അദ്ദേഹം പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് അദ്ദേഹം ഫിലിപ്പിയ ലേഖനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വലിയ താല്പര്യം ഉണ്ടാകണം. കർത്താവിനെ അടുത്ത് അറിയണം. ആ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് നാം ചെല്ലുമ്പോൾ കർത്താവിനോടുള്ള ഭയവും ഭക്തിയും നാം വർദ്ധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും ആത്മശക്തിയിലും നമുക്ക് വളരുവാനും കർത്താവിന് വേണ്ടി വിവിധ നിലകളിൽ ശോഭിക്കുവാനും ഈ വചനങ്ങൾ മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.